പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രവർത്തികൾ കൂടാതെ ഉള്ള വിശ്വാസം നിർജീവമാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2:26 തിരുവചനം പറയുന്നു, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. നമുക്ക് വിശ്വാസമുണ്ടെന്ന് നാം പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം കൊണ്ട് നമുക്ക് ഒരു മേന്മയും ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന്. നാം അഭിമാനത്തോടെ പറയാറുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുമുണ്ട്. അതോടുകൂടി നമ്മുടെ ആത്മീയത ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കണം. നമുക്ക് അത്യാവശ്യത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുകയും നമ്മുടെ സഹോദരർക്ക് ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാത്ത അവസ്ഥയിൽ ആണെങ്കിൽ അവരെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരിൽ ദൈവസ്നേഹം ഇല്ല എന്ന് വ്യക്തമാണ്. അവരുടെ ഭക്തി കപടമാണ്. ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് നാം പ്രകടമാക്കേണ്ടത്. 1 യോഹന്നാൻ 3:17 തിരുവചനം പറയുന്നു, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? നാം വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടണം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം ഒരു നല്ല സമറിയക്കാരൻ്റെ ഉപമ നാം വായിക്കുന്നുണ്ട്. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ സമീപത്തുകൂടെ ഒരു പുരോഹിതനും ഒരു ലേവായനും കടന്നുപോയി. അവർ അവനെ അവഗണിച്ചു. എന്നാൽ ഒരു സമറിയക്കാരൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ സഹായിക്കുകയും തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്ക് പരിചരിച്ചു. യേശു നിയമജ്ഞനോട് പറഞ്ഞത്, നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അവഗണിക്കപ്പെടുന്നവരുണ്ട്. അവരോട് സ്നേഹത്തോടും കരുണയോടും പെരുമാറുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, ആശ്വാസം കൊടുക്കുമ്പോൾ, അവരെ പരിഗണിക്കുമ്പോൾ നാം ഓരോരുത്തരും നല്ല സമറിയക്കാരൻ്റെ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. ദൈവം അതിൽ അത്യധികം സന്തോഷിക്കുകയും ചെയ്യും. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കണം. നമ്മുടെ സഹായവും സഹകരണവും ആവശ്യമായിരിക്കുന്നവരെ നാം അവഗണിക്കരുത്, സഹായിക്കുകയാണ് വേണ്ടത്. അവരെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുമ്പോൾ നാം നിത്യജീവന് അവകാശികളായി മാറും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.